ഇന്ധനവില വീണ്ടും ഉയർന്നു. സാധാരണക്കാരന്റെ ജീവിതം വീണ്ടും പ്രതിസന്ധിയിലേക്ക്. രാജ്യത്ത് വീണ്ടും ഇന്ധനവില വർധിച്ചു. പുതിയ നിരക്കുകൾ പ്രകാരം പെട്രോളിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും വർധിച്ചതാണ് റിപ്പോർട്ടുകൾ. ഓരോ തവണയും ഇന്ധനവില ഉയരുമ്പോൾ അതിന്റെ ആഘാതം വാഹന ഉടമകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. രാജ്യത്തെ മുഴുവൻ സാധാരണ ജനങ്ങളുടെയും ജീവിതച്ചെലവിൽ അതിന്റെ പ്രതിഫലനം കാണാം. ഇപ്പോൾ തന്നെ സാധനങ്ങളുടെ വില കുത്തനെ ഉയർന്നിരിക്കുകയാണ്. പച്ചക്കറികൾ, പാചകവാതകം, യാത്രാച്ചെലവുകൾ, വാടകകൾ തുടങ്ങി എല്ലാത്തിനും ജനങ്ങൾ വലിയ തുക ചെലവഴിക്കേണ്ട അവസ്ഥയിലാണ്. അതിനിടയിലാണ് വീണ്ടും ഈ ഇന്ധനവില വർധന. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് ദിവസവും സ്വകാര്യ വാഹനങ്ങളിൽ ജോലിക്ക് പോകുന്നവർക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. ഒരു സാധാരണ കുടുംബത്തിന്റെ മാസച്ചെലവിൽ വലിയൊരു പങ്ക് ഇപ്പോൾ ഇന്ധനത്തിനായി പോകുന്ന അവസ്ഥയാണെന്ന് പലരും പറയുന്നു. ശമ്പളം അതേപോലെ തന്നെ. പക്ഷേ ചെലവുകൾ മാത്രം ദിവസേന ഉയരുന്നു എന്നതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന പ്രധാന പ്രതികരണം. ഇന്ധനവില ഉയരുമ്പോൾ അതിന്റെ ആഘാതം ഗതാഗത മേഖലയിലും വ്യാപാര മേഖലയിലും ഉടൻ തന്നെ പ്രതിഫലിക്കും. ലോറി ചാർജുകൾ കൂടുമ്പോൾ വിപണിയിലെ സാധനങ്ങളുടെ വിലയും കൂടും. അതോടെ പച്ചക്കറി മുതൽ നിർമ്മാണ സാമഗ്രികൾ വരെ എല്ലാത്തിനും കൂടുതൽ വില നൽകേണ്ട സാഹചര്യം വരും. ബസ് ചാർജ് വർധനയും അടുത്ത ദിവസങ്ങളിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ടാക്സി ഡ്രൈവർമാർക്കും ഈ വിലവർധന വലിയ സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. യാത്രക്കാരിൽ നിന്ന് കൂടുതൽ തുക വാങ്ങിയാൽ യാത്ര കുറയ്ക്കാം. എന്നാൽ പഴയ നിരക്കിൽ ഓടിച്ചാൽ വരുമാനം കുറയും. ഇരു സാഹചര്യങ്ങളും ഇവരെ ബാധിക്കുന്നതാണ്. ഇന്ധനവില വർധനവിന് പിന്നിൽ അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിലയിലെ മാറ്റങ്ങളാണെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. എന്നാൽ സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത് മറ്റൊന്നാണ്. ലോക വിപണിയിൽ വില കുറയുമ്പോൾ അതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഇത്തരത്തിലുള്ള തുടർച്ചയായ വിലവർധന രാജ്യത്തെ മധ്യവർഗ കുടുംബങ്ങളെയും സാധാരണ തൊഴിലാളികളെയും കൂടുതൽ ബാധിക്കുമെന്നാണ്. കാരണം വരുമാനം ഉയരാത്ത സാഹചര്യത്തിൽ ജീവിത ചെലവുകൾ മാത്രം കുത്തനെ ഉയരുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വേദികളിലും പ്രധാന ചർച്ചയായിരിക്കുന്നത് ഇതാണ്. ഇന്ധനവില ഇനിയും എത്ര വരെ ഉയരും? സാധാരണക്കാരന്റെ ജീവിതം ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഇന്ധനവില വർധനയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റിലൂടെ അറിയിക്കൂ.